വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ സ്കില്ലിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കോഴ്സിന്റെ സിലബസ് അനുസരിച്ച് 2 പാർട്ടാണുള്ളത്. പാർട്ട് എ എംപ്ലോയബിലിറ്റി സ്കിൽസ്, പാർട്ട് ബി വൊക്കേഷണൽ സ്കിൽസ്. അതിൽ എംപ്ലോയബിലിറ്റി സ്കിൽസിന്റെ ഏതാനും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വൊക്കേഷണൽ സ്കിൽസിന്റെ ക്ലാസ്സിലേക്ക് പോകാം. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് കെയർ സിസ്റ്റംസ്. ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ ആരോഗ്യത്തെ വിവിധ ഘടകങ്ങളായ ആഹാരരീതി, താമസ സൗകര്യങ്ങൾ, ജീവിതശൈലി, കാലാവസ്ഥ, ശുചിത്വം തുടങ്ങിയവയെല്ലാം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആരോഗ്യ പരിചരണം എന്നതിൽ വ്യക്തിക്കോ സമൂഹത്തിനോ ആരോഗ്യ അനുബന്ധ വിഭാഗങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഉൾപ്പെടും. ഈ യൂണിറ്റിൽ ഇന്ത്യയുടെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളെക്കുറിച്ചും വ്യക്തിശുചിത്വ മാർഗങ്ങളെക്കുറിച്ചും ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് പാലിക്കേണ്ടതായ പെരുമാറ്റ ചട്ടങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഹെൽത്ത് അഥവാ ആരോഗ്യം എന്നാൽ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു WHO, health is a state of complete physical, mental and social well-being and not merely the absence of disease or infirmity. ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് ആരോഗ്യമെന്നാൽ കേവലം അസുഖമോ ബലഹീനതയോ ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും പൂർണ്ണമായും ഒരു വ്യക്തി സുസ്ഥിതിയിൽ അല്ലെങ്കിൽ സൗഖ്യത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് രോഗമില്ല എന്ന് കരുതി ഒരാൾ ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയില്ല. അയാൾ ശാരീരികമായും മാനസികമായും സാമൂഹികമായും നല്ല അവസ്ഥയിലാണെങ്കിൽ മാത്രമേ അയാളെ നമുക്ക് ആരോഗ്യവാനാണെന്ന് പറയാൻ സാധിക്കൂ. ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ. According to the World Health Organization, a health system consists of all organizations, people and actions whose primary intent is to promote, restore or maintain health. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനമനുസരിച്ച് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക അഥവാ പ്രൊമോട്ട് ചെയ്യുക, പുനഃസ്ഥാപിക്കുക അഥവാ റീസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ പരിപാലിക്കുക അഥവാ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന പ്രാഥമിക ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകളും വ്യക്തികളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥ. Health care in India is a state issue. It is delivered by institutions owned by the central and state governments and local bodies. ഇന്ത്യയിൽ ആരോഗ്യ പരിപാലനം എന്നുള്ളത് ഓരോ സംസ്ഥാനങ്ങളുടെയും കടമയാണ്. ഇത് നടപ്പാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ്. കേന്ദ്രം ദേശീയ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും വികസിപ്പിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നു. Most health care services in India are provided by the private sector. The government and the private sector help in making health care accessible in all areas of India, both rural and urban. ഇന്ത്യയിൽ ആരോഗ്യ പരിചരണത്തിന്റെ നല്ലൊരു ഭാഗം സ്വകാര്യ മേഖലയാണ് നൽകുന്നത്. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം തന്നെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. The health care system or models in India can be categorized under the following sectors. ഇന്ത്യയിൽ ആരോഗ്യ പരിചരണം ഉറപ്പാക്കുന്നത് പ്രധാനമായും 2 വിഭാഗങ്ങളാണ്. ഒന്ന് പബ്ലിക് ഹെൽത്ത് സെക്ടർ, പൊതുജനാരോഗ്യ മേഖല. 2 പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖല. പബ്ലിക് ഹെൽത്ത് സെക്ടർ അഥവാ പൊതുജനാരോഗ്യ മേഖല എന്താണെന്ന് നോക്കാം. പൊതുജനാരോഗ്യ മേഖലയിൽ പ്രധാനമായും പ്രൈമറി ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് സെന്റേഴ്സ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. ആദ്യം പ്രൈമറി ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ പരിരക്ഷ എന്താണെന്ന് നോക്കാം. ഇത് നടപ്പാക്കുന്നത് വില്ലേജ് ലെവൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അഥവാ ആശാ വർക്കേഴ്സ്. ആശാ വർക്കേഴ്സിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ വില്ലേജിലും ഓരോ ആശാ വർക്കേഴ്സ് ഉണ്ട്. അതുകൂടാതെ വില്ലേജ് ലെവൽ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്, a village level health worker who is the first contact person between the community and health services. നമ്മുടെ നാട്ടിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നറിയപ്പെടുന്ന ഈ വില്ലേജ് തല ആരോഗ്യ പ്രവർത്തകരാണ് സമൂഹത്തെയും ആരോഗ്യ മേഖലയും ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ കണ്ണി. കൂടാതെ സബ് സെന്റേഴ്സ് അഥവാ ഉപകേന്ദ്രങ്ങളുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ട്. ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് സെന്റേഴ്സ്, ആശുപത്രികൾ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം. പൊതുജനാരോഗ്യ മേഖലയിലെ രണ്ടാമത്തെ വിഭാഗമാണിത്. അതിൽ ഉൾപ്പെടുന്നത്
കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അഥവാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, റൂറൽ ഹോസ്പിറ്റൽസ് അഥവാ ഗ്രാമീണ ആശുപത്രികൾ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് സെന്റേഴ്സ് ജില്ലാ ആശുപത്രികൾ അല്ലെങ്കിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അഥവാ പ്രത്യേക ആശുപത്രികൾ, ടീച്ചിങ് ഹോസ്പിറ്റൽസ് അഥവാ അധ്യാപന ആശുപത്രികൾ അഥവാ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ. പ്രൈവറ്റ് സെക്ടർ അഥവാ സ്വകാര്യ മേഖലയിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പോളിക്ലിനിക്സ്, നഴ്സിംഗ് ഹോംസ് ആൻഡ് ഡിസ്പെൻസറീസ്, ജനറൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ക്ലിനിക്സ് തുടങ്ങിയവയാണ്. അടുത്ത ടോപ്പിക് ലെവൽസ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയർ ലഭ്യമാക്കുന്ന തലങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നത് ഏതെല്ലാം തലങ്ങളിലാണ്. ഹെൽത്ത് കെയർ സർവീസസ് ആർ ജനറലി കാറ്റഗറൈസ്ഡ് അറ്റ് 4 ലെവൽ. ആരോഗ്യ പരിചരണം പ്രധാനമായും നമ്മൾ 4 തലങ്ങളിലാണ് ഉറപ്പാക്കുന്നത്. 1 പ്രൈമറി, 2 സെക്കൻഡറി, 3 ടേർഷറി, 4 ക്വാട്ടേണറി. These levels represent different types of care involving varied degrees of complexity. ഇതിൽ ഓരോ തലവും വ്യത്യസ്തമായ പരിചരണമാണ് ഉറപ്പാക്കുന്നത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൈമറി കെയർ ലെവൽ അഥവാ പ്രാഥമിക തല പരിചരണം എന്താണെന്ന് നോക്കാം. It is the first level of contact with individuals, family and community where primary health care or essential health care is provided. വ്യക്തികൾ, കുടുംബം, സമൂഹം എന്നിവയുമായുള്ള സമ്പർക്കത്തിന്റെ ആദ്യത്തെ ഈ തലത്തിലാണ് പ്രാഥമിക ആരോഗ്യ പരിരക്ഷ നൽകുന്നത്. പ്രൈമറി ഹെൽത്ത് കെയർ എന്നാൽ എസെൻഷ്യൽ ഹെൽത്ത് കെയർ ആണ്, അതായത് അത്യാവശ്യം വേണ്ടത് ഒഴിച്ചുകൂടാനാവാത്ത തരത്തിലുള്ള ആരോഗ്യ പരിചരണമാണ്. മോസ്റ്റ് ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ ക്യാൻ ബി അഡ്രസ്ഡ് അറ്റ് ദിസ് ലെവൽ. ജനങ്ങളുടെ മിക്കവാറും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നത് ഈ തലത്തിലാണ്. It is at this level that health care will be the most effective. ആരോഗ്യ പരിചരണം ഏറ്റവും ഫലപ്രദമായ തലമാണിത്. Primary health care is provided by primary health centers and their sub-centers through multi-purpose health workers, village health guides, ASHA workers and trained health care workers. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും അതിന്റെ ഉപകേന്ദ്രങ്ങളിലൂടെയും മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ്, വില്ലേജ് ഹെൽത്ത് ഗൈഡ്സ്, ആശാ വർക്കേഴ്സ്, പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പ്രാഥമിക ആരോഗ്യ പരിചരണം നൽകുന്നു. The measures of health promotion and prevention are taken a maximum effort at this level of health care. ആരോഗ്യം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള നടപടികളും രോഗങ്ങൾ തടയുന്നതിനുള്ള പരമാവധി ശ്രമങ്ങളും ഈ തലത്തിലാണ് നടപ്പിലാക്കുന്നത്. Besides providing primary health care, the health team bridges the cultural and community gap between rural people and organized health sector. പ്രാഥമിക ആരോഗ്യ പരിപാലനം ലഭ്യമാക്കുന്നതിന് പുറമെ ഗ്രാമീണ ജനങ്ങളും സംഘടിത ആരോഗ്യ മേഖലയും തമ്മിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ വിടവ് നികത്തുകയും ചെയ്യുന്നു. സെക്കൻഡറി കെയർ ലെവൽ അഥവാ ദ്വിതീയ തല പരിചരണം. The next higher level is secondary or intermediate health care. പ്രൈമറി കെയർ ലെവൽ കഴിഞ്ഞാൽ അടുത്ത തലമാണ് ദ്വിതീയ തലം അഥവാ ഇന്റർമീഡിയറ്റ് ഹെൽത്ത് കെയർ എന്നറിയപ്പെടുന്നത്. At this level, more complex problems are dealt with. ഈ തലത്തിൽ കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. Care is generally provided by district hospitals and community health centers, which also serves as the first referral point. സാധാരണയായി ജില്ലാ ആശുപത്രികൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയാണ് പരിചരണം നൽകുന്നത്. എന്ന് മാത്രമല്ല ഈ കേന്ദ്രങ്ങൾ ആദ്യത്തെ റെഫറൽ പോയിന്റ് ആണ്. അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ നമ്മൾ റെഫർ ചെയ്ത് വിടുന്ന സ്ഥലങ്ങളാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സും എന്നറിയപ്പെടുന്ന സെക്കൻഡറി കെയർ ലെവൽ. A patient will be taken care of by specialist. രോഗിയെ സ്പെഷ്യലിസ്റ്റ് വിഭാഗം ഡോക്ടർമാർ ചികിത്സിക്കുന്നു. Curative services are provided at this level. രോഗം ഭേദമാക്കുന്നതിനുള്ള സേവനങ്ങളാണ് ഈ തലത്തിൽ നൽകുന്നത്. പ്രൈമറി കെയർ ലെവലില് പ്രിവെന്റീവ് ആസ്പെക്ടിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ സെക്കൻഡറി ലെവൽ ആവുമ്പോൾ ക്യൂറേറ്റീവ് സർവീസസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടെർഷറി കെയർ ലെവൽ അഥവാ തൃതീയ തല പരിചരണം. The tertiary level is more specialized than secondary care level.
ദ്വിതീയതല പരിചരണത്തെക്കാളും കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് കെയർ അഥവാ പ്രത്യേക പരിചരണമാണ് ഈ തലത്തിൽ ലഭിക്കുന്നത്. ഇറ്റ് റിക്വയർസ് സ്പെസിഫിക് ഫെസിലിറ്റീസ് ആൻഡ് അറ്റൻഷൻ ഓഫ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് വർക്കേഴ്സ്. ഇതിന് പ്രത്യേക സൗകര്യങ്ങളും സ്പെഷ്യലൈസ്ഡ് ആയ ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയും ആവശ്യമാണ്. It is provided by regional or central level institutions, example medical college, RCC, etc. പ്രാദേശിക അല്ലെങ്കിൽ കേന്ദ്രതല സ്ഥാപനങ്ങളാണ് പരിചരണം ലഭ്യമാക്കുന്നത്. ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജ്, RCC അതായത് റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീ ചിത്തിരനാൾ ഹോസ്പിറ്റൽ, ഇതെല്ലാം ടേഴ്സറി കെയർ ലെവലിലെ സ്ഥാപനങ്ങളാണ്. ക്വാട്ടേണറി കെയർ അഥവാ നാലാമത്തെ തലം. Quaternary care is considered to be an extension of tertiary care. തൃതീയ തല പരിചരണത്തിന്റെ വിപുലീകരണമായാണ് നാലാമത്തെ തല പരിചരണം പരിഗണിക്കുന്നത്. ഇറ്റ് ഈസ് മോർ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഹൈലി അൺയൂഷ്വൽ. ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയതും അസാധാരണവുമാണ്. ഓൾ ഹോസ്പിറ്റൽസ് ഓർ മെഡിക്കൽ സെന്റേഴ്സ് കനോട്ട് പ്രൊവൈഡ് ക്വാട്ടേണറി കെയർ. എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ക്വാട്ടേണറി കെയർ ലഭ്യമാക്കാൻ കഴിയില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പെരിമെന്റൽ മെഡിസിൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. മരുന്നുകളുടെ പരീക്ഷണവും നടപടിക്രമങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്തതായി ഹോസ്പിറ്റൽ എന്നാൽ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഓർഗനൈസേഷൻ, ദ ഫംഗ്ഷൻ ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ഹെൽത്ത് കെയർ ബോത്ത് പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ടു ദ പോപ്പുലേഷൻ. ആശുപത്രി എന്നത് സാമൂഹിക വൈദ്യ സംഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. അതിന്റെ പ്രധാന ധർമ്മം പ്രതിരോധവും അസുഖം ഭേദമാക്കുന്നതിനുമുള്ള പൂർണ്ണ ആരോഗ്യ സംരക്ഷണം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. The hospital also serves as a center for the training of health workers and carries out biosocial researches. ആശുപത്രി എന്നത് ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനവും ജൈവ സാമൂഹിക ഗവേഷണവും നടത്തുന്ന കേന്ദ്രമായും സേവനം നടത്തുന്നു. അടുത്തത് കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ അഥവാ ഹോസ്പിറ്റലിന്റെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. പ്രധാനമായും 3 ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ക്ലിനിക്കൽ ആൻഡ് നഴ്സിംഗ്. അതില് ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് അതായത് OP, IP. എമർജൻസി ആൻഡ് അതർ സർവീസ്. എമർജൻസി മീൻസ് കാഷ്വാലിറ്റി സർവീസ്. അല്ലാതെയുള്ള ക്ലിനിക്കൽ സർവീസ് എല്ലാം ക്ലിനിക്കൽ ആൻഡ് നഴ്സിംഗ് സർവീസിൽ ഉൾപ്പെടും. രണ്ടാമത്തത് സപ്പോർട്ട് സർവീസ് ആണ്. അതായത് ഈ ക്ലിനിക്കൽ ആൻഡ് നഴ്സിംഗ് സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ക്ലിനിക്കൽ സർവീസ്, നോൺ ക്ലിനിക്കൽ. അതില് നോൺ ക്ലിനിക്കൽ സപ്പോർട്ട് ഓഫ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ഉണ്ടാവും. മൂന്നാമത്തത് അതർ സർവീസസ് ആണ്. അതില് പേഴ്സണൽ, ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് സർവീസ്. വ്യക്തിപരമായതും സാമ്പത്തികമായതും അഡ്മിനിസ്ട്രേറ്റീവ് പരമായതുമെല്ലാം മൂന്നാമത്തെ കാറ്റഗറിയായ അതർ സർവീസിൽ ഉൾപ്പെടും. It can be inferred that hospitals are highly complex social, economic and scientific organizations whose function is to provide comprehensive health care services. ആശുപത്രികൾ എന്നത് വളരെ സങ്കീർണമായ സാമൂഹിക, സാമ്പത്തിക, ശാസ്ത്ര സംഘടനകളാണെന്നും അവയുടെ പ്രധാന ധർമ്മം സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുക എന്നതാണെന്നും നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാം. Health care services must be comprehensive, preventive, curative and rehabilitative. These services are provided through a network of various primary, private and community health centers in India. ആരോഗ്യ പരിപാലന സേവനങ്ങൾ സമഗ്രവും രോഗത്തെ പ്രതിരോധിക്കുന്നതും രോഗം ഭേദമാക്കുന്നതും പുനരധിവസിപ്പിക്കുന്നതിനും സഹായകമായിരിക്കണം. ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ വിവിധ പ്രാഥമിക, സ്വകാര്യ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു ശൃംഖല വഴിയാണ്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ, അതായത് ആശുപത്രിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ആർ റീസ്റ്റോറേറ്റീവ് അഥവാ ആരോഗ്യം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ വീണ്ടെടുക്കുക, പ്രിവെന്റീവ് അഥവാ പ്രതിരോധം, ട്രെയിനിങ് ആൻഡ് റിസർച്ച് അഥവാ പരിശീലനവും ഗവേഷണവും. ഇനി ഓരോ ഫങ്ഷൻസും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റീസ്റ്റോറേറ്റീവ് ഫങ്ഷൻസ്, ഇതിൽ ഉൾപ്പെടുന്നത് ഡയഗ്നോസ്റ്റിക് ആക്ടിവിറ്റി, ക്യൂറേറ്റീവ് ആക്ടിവിറ്റി, റീഹാബിലിറ്റേറ്റീവ് ആക്ടിവിറ്റി, എമർജൻസി സർവീസസ് എന്നിവയാണ്. ഡയഗ്നോസ്റ്റിക് ആക്ടിവിറ്റി,
അതായത് രോഗനിർണയ പ്രവർത്തനങ്ങൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻപേഷ്യന്റ് സർവീസസ് ഇൻവോൾവിംഗ് മെഡിക്കൽ, സർജിക്കൽ ആൻഡ് അതർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ്. അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സാ രീതികൾ വൈദ്യസംബന്ധിയായതും ശസ്ത്രക്രിയാപരമായതും മറ്റു സ്പെഷ്യാലിറ്റിയിൽ ഉൾപ്പെടുന്നതുമായ നിർദ്ദിഷ്ട രോഗനിർണയ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ക്യൂറേറ്റീവ് ആക്ടിവിറ്റി രോഗം ഭേദമാക്കുന്ന പ്രവർത്തനങ്ങൾ. ഇറ്റ് ഇൻവോൾവ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ എയിൽമെന്റ്സ് ഓർ ഡിസീസ്. എല്ലാത്തരം അസുഖങ്ങളുടെയും രോഗങ്ങളുടെയും ചികിത്സയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. റീഹാബിലിറ്റേറ്റീവ് ആക്ടിവിറ്റി പുനരധിവാസ പ്രവർത്തനങ്ങൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ശാരീരികവും മാനസികവും സാമൂഹ്യപരവുമായ പുനരധിവാസം ഇതിൽ ഉൾപ്പെടുന്നു. എമർജൻസി സർവീസസ് അത്യാഹിത സേവനങ്ങൾ. ഇറ്റ് കംപ്രൈസസ് പ്രൊവൈഡിംഗ് എമർജൻസി സർവീസസ് റിക്വയർഡ് ഫോർ ഡീലിംഗ് വിത്ത് ആക്സിഡന്റ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എപ്പിഡമിക്സ് എക്സെട്ര. അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ ഇവയെല്ലാം നേരിടുന്നതിനുള്ള അത്യാഹിത സേവനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പ്രിവെന്റീവ് ഫങ്ഷൻസ് പ്രതിരോധ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ ഓഫ് പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. ഗർഭിണികൾ അതുപോലെ പ്രസവം എന്നിവ സൂപ്പർവൈസ് ചെയ്യുക അഥവാ മേൽനോട്ടം വഹിക്കുക. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ വളർച്ചയും വികാസവും നിരീക്ഷിക്കുക. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കുക. പ്രിവെൻഷൻ ഓഫ് പ്രൊലോങ്ഡ് ഇൽനസ്. നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ തടയുക. പ്രൊവിഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ സർവീസ്. ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകുക. ഒക്കുപേഷണൽ ഹെൽത്ത് സർവീസ്. തൊഴിലിടങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ നൽകുക. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ്. ആരോഗ്യ പരിശോധനകൾ രോഗം തടയുന്നതിനായി നടത്തുക തുടങ്ങിയവയാണ് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത്. ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് പരിശീലന ഗവേഷണ പദ്ധതികൾ. ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ജനറലി റെഫർ ടു ദ ട്രെയിനിങ് ഓഫ് മെഡിക്കൽ, പാരാമെഡിക്കൽ ആൻഡ് അതർ സപ്പോർട്ട് സ്റ്റാഫ് റിക്വയർഡ് ആൻഡ് വർക്കിംഗ് ഇൻ ദ ഫെസിലിറ്റി. മെഡിക്കൽ, പാരാമെഡിക്കൽ, മറ്റുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർക്കുള്ള പരിശീലനമാണ് ആശുപത്രികളിൽ സാധാരണയായി നടപ്പാക്കുന്നത്. Training is generally provided to medical undergraduates, nurses and midwives, specialists and postgraduates, medical social workers, paramedical staff. ട്രെയിനിങ് സാധാരണയായി കൊടുക്കുന്നത് MBBS സ്റ്റുഡൻസ്, നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് അഥവാ സാമൂഹ്യ പ്രവർത്തകർ, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർക്കാണ്. The research activities carried out by hospitals are for the enhancement of medical technology and services in the following areas. മെഡിക്കൽ സാങ്കേതിക വിദ്യയും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവേഷണ പ്രവർത്തനങ്ങൾ ആശുപത്രികളിൽ നടത്തുന്നത് താഴെ പറയുന്ന മേഖലകളിലാണ്. ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്, ക്ലിനിക്കൽ മെഡിസിൻ, ഹോസ്പിറ്റൽ പ്രാക്ടീസസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ആരോഗ്യം, രോഗം എന്നിവയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വശങ്ങൾ, ക്ലിനിക്കൽ മെഡിസിൻ, ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ, ഭരണനിർവഹണം തുടങ്ങിയ മേഖലകളിലാണ് റിസർച്ച് ആക്ടിവിറ്റി നടത്തുന്നത്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹോസ്പിറ്റൽസ് ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ. മെഡിക്കൽ സർവീസസ് അഥവാ ചികിത്സാപരമായ സേവനങ്ങൾ. സർജിക്കൽ സർവീസസ് അഥവാ ശസ്ത്രക്രിയാ സേവനങ്ങൾ. ഒബ്സ്റ്ററ്റിക്കൽ സർവീസസ് അഥവാ പ്രസവ ചികിത്സാ സേവനങ്ങൾ. അനസ്തീഷ്യോളജി സർവീസസ് അനസ്തീഷ്യ സേവനങ്ങൾ. ലബോറട്ടറി സർവീസസ് പരിശോധനകൾ. പീഡിയാട്രിക് സർവീസസ് ശിശുരോഗ ചികിത്സാ സേവനങ്ങൾ. റേഡിയോളജി സർവീസസ് എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയവ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OP ചികിത്സ. ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പിയും പുനരധിവാസവും. നഴ്സിംഗ് സർവീസസ് നഴ്സിംഗ് സേവനങ്ങൾ എന്നിവയാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ. അടുത്തതായി നമുക്ക് ക്ലിനിക്സ് എന്താണെന്ന് നോക്കാം. Clinic, an organized medical service offering diagnostic, therapeutic or preventive outpatient services. The medical care offered by a clinic may or may not be connected with a hospital. രോഗനിർണയം, ചികിത്സ, പ്രതിരോധ OP സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ക്ലിനിക്കുകൾ. ഇവിടെ നിന്ന് ലഭിക്കുന്ന ചികിത്സ ആശുപത്രിയുമായി ബന്ധം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. A place where people can receive medical treatment, usually for minor ailments. ചെറിയ രോഗങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് ക്ലിനിക്കുകൾ. റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ക്ലിനിക്സ് ക്ലിനിക്സുകളുടെ ധർമ്മം അല്ലെങ്കിൽ ക്ലിനിക്സിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
ആനുവൽ ഫിസിക്കൽ ചെക്കപ്പ് അഥവാ വാർഷിക ശാരീരിക പരിശോധനകൾ, ലബോറട്ടറി ടെസ്റ്റിംഗ് സച്ച് ബ്ലഡ് ടെസ്റ്റ് ആൻഡ് യൂറിൻ ടെസ്റ്റ്, രക്തപരിശോധന, മൂത്രപരിശോധന തുടങ്ങിയ ലാബ് പരിശോധനകൾ, സ്ക്രീനിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടീഷൻസ് ലൈക്ക് ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ ഓർ ഡയബറ്റീസ്, ഉയർന്ന കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ നിർണയവും ചികിത്സയും, കെയർ ഫോർ മൈനർ സിംറ്റംസ് സച്ച് ആസ് സോർ ത്രോട്ട്, കഫ് ഓർ നേസൽ കൺജഷൻ, ചെറിയ രോഗലക്ഷണങ്ങളായ തൊണ്ടവേദന, ചുമ, മൂക്കടപ്പ് എന്നിവയുടെ പരിചരണം, ട്രീറ്റ്മെന്റ് ഫോർ കോമൺ ഇൽനെസ്സസ് ലൈക്ക് കോൾഡ്, ഫ്ലൂ ഓർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ജലദോഷം, ഫ്ലൂ, മൂത്രത്തിലെ അണുബാധ തുടങ്ങിയ സാധാരണ അസുഖങ്ങളുടെ ചികിത്സ, ട്രീറ്റ്മെന്റ് ഓഫ് സം ഇഞ്ചുറീസ് സച്ച് ആസ് മൈനർ കട്ട്സ് ഓർ ബേൺസ്, ചെറിയ മുറിവുകൾ, പൊള്ളൽ എന്നിവയുടെ ചികിത്സ, വാക്സിനേഷൻസ് അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ. അടുത്തത് റീഹാബിലിറ്റേഷൻ സെന്റർ അഥവാ പുനരധിവാസ കേന്ദ്രം എന്നാൽ എന്താണെന്നാണ്. ആദ്യം റീഹാബിലിറ്റേഷൻ എന്താണെന്ന് നോക്കാം. Rehabilitation is the process of helping an individual achieve the highest level of function, independence and quality of life as possible. പുനരധിവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ ഉയർന്ന പ്രവർത്തന നില, സ്വാതന്ത്ര്യം, ജീവിത നിലവാരം എന്നിവ നേടുന്നതിന് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്. Rehabilitation does not reverse or undo the damage caused by disease or trauma, but rather helps restore the individual to optimal health, functioning and well-being. രോഗമോ അല്ലെങ്കിൽ അപകടമോ ഉണ്ടാക്കിയ കേടുപാടുകൾ ഇല്ലാതാക്കാനോ പഴയ അവസ്ഥയിലാക്കാനോ പുനരധിവാസത്തിന് കഴിയില്ല. എന്നാൽ ഇതിന് വ്യക്തിയുടെ ഉത്തമ ആരോഗ്യം, പ്രവർത്തനം, ക്ഷേമം എന്നിവ പുനഃസ്ഥാപിക്കാൻ കഴിയും. ഫങ്ഷൻസ് ഓഫ് റീഹാബിലിറ്റേഷൻ സെന്റർ, പുനരധിവാസ കേന്ദ്രത്തിന്റെ ധർമ്മങ്ങൾ. ദ മെയിൻ ഫങ്ഷൻസ് ആർ, പ്രധാനപ്പെട്ട ഫങ്ഷൻസ്: ഒന്ന്, ഒക്കുപേഷണൽ തെറാപ്പി അഥവാ തൊഴിൽ സംബന്ധമായ ചികിത്സ. രണ്ട്, ഫിസിക്കൽ തെറാപ്പി അഥവാ ശാരീരിക ചികിത്സ. മൂന്ന്, സ്പീച്ച് തെറാപ്പി അഥവാ സംഭാഷണ തകരാറിനുള്ള ചികിത്സ എന്നിവയാണ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. Occupational therapy. The goal of occupational therapy is to help individuals participate in the things they want and need to do to live an independent and satisfying lifestyle. Occupational therapists help to do tasks such as eating, dressing, brushing one's teeth, completing school activities and working. ഒക്കുപേഷണൽ തെറാപ്പി വ്യക്തികളെ സ്വതന്ത്രവും സംതൃപ്തികരവുമായ ജീവിത രീതി നയിക്കുന്നതിന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉള്ള സഹായങ്ങൾ ചെയ്യുന്നു. തൊഴിൽപരമായ കാര്യങ്ങൾ മാത്രമല്ല, ദിനചര്യകൾ നന്നായി ചെയ്യാനും ഒക്കുപേഷണൽ തെറാപ്പി സഹായിക്കുന്നു. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അവരെ ആഹാരം കഴിക്കുന്നതിനും വസ്ത്രം ധരിക്കുന്നതിനും പല്ല് വൃത്തിയാക്കുന്നതിനും സ്കൂളിലെ പ്രവർത്തനങ്ങൾ, ജോലികൾ എന്നിവയ്ക്കെല്ലാം വേണ്ട സഹായം നൽകുന്നുണ്ട്. ഫിസിക്കൽ തെറാപ്പി. Physical therapists provide treatment for those who are experiencing pain or difficulty in functioning, moving or living life normally. ഫിസിക്കൽ തെറാപ്പിസ്റ്റ് വേദന, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട്, ചലനം, സാധാരണ ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവിക്കുന്നവർക്കുള്ള ചികിത്സ നൽകുന്നു. സ്പീച്ച് തെറാപ്പി. Speech therapists or speech language pathologists provide treatment for those who have speech issues. The end result is to help the patient communicate in more useful and functional ways. സംസാര ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് ചികിത്സ നൽകുന്നു. ഉപയോഗപ്രദവും പ്രവർത്തന യോഗ്യവുമായ രീതിയിൽ ആ വ്യക്തിയെ ആശയവിനിമയം നടത്താൻ പ്രാപ്തനാക്കുന്നു എന്നതാണ് ഇതിന്റെ അവസാന ഫലം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് എന്താണ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ, ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, ക്ലിനിക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് എന്നിവയാണ്. അപ്പോൾ ഈ പഠിപ്പിച്ച ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് അറിയാനായിട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് തരുവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ. പ്രധാനമായും 4 തലങ്ങളിലാണ് ഹെൽത്ത് കെയർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൻഡ് ക്വാട്ടേണറി ലെവലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എഴുതി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? 1, റീസ്റ്റോറേറ്റീവ് ഫങ്ഷൻ. 2, പ്രിവെന്റീവ് ഫങ്ഷൻ. 3, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫങ്ഷൻ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു നോട്ട് തയ്യാറാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
ഇത് കൂടാതെ ഒരു അസൈൻമെന്റ് കൂടെ തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ലെവലിലുള്ള കെയർ ആണെന്ന് കണ്ടുപിടിച്ച് അതൊരു ഡിസ്ക്രിപ്ഷനായി എഴുതി നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ആദ്യത്തെ ക്ലാസ് മുതലേ പഠിപ്പിച്ചു പോകുന്നത് അതോടൊപ്പം തന്നെ പഠിച്ചു പോവുക.